എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു ഓൺട്രപ്രണർ ആണോ? നിങ്ങളുടെ ബിസിനസ്സിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് കോമ്പണൻ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും ആർജിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്കില്ലിനെ കുറിച്ചും കോമ്പിറ്റൻസിയെ കുറിച്ചാണ് ഈ വീഡിയോ വഴി പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് നിഷാദ് കരീം, ഞാനൊരു ട്രെയിനറും ബിസിനസ് കോച്ചുമാണ്. ഒരു രാജ്യത്തെ സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രതിസന്ധികൾ അവിടുത്തെ ബിസിനസ്സിനെയും സാമ്പത്തിക രംഗത്തെയും പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്. നമ്മൾ പല ഉദാഹരണങ്ങളിലൂടെയും അത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ, ഇസ്രായേൽ പലസ്തീൻ വാർ, 2 ദിവസം മുമ്പ് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നടന്ന പൊളിറ്റിക്കൽ അൺറെസ്റ്റ്, ഇതെല്ലാം എങ്ങനെയാണ് അവിടുത്തെ ബിസിനസ്സിനെയും അവിടുത്തെ സാമ്പത്തിക രംഗത്തെയും ബാധിക്കും എന്നുള്ളതിനെ കുറിച്ച് വളരെ പ്രധാനമായിട്ടുള്ള ഒരുപാട് റിപ്പോർട്ട്സുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ അവകാശപ്പെടുന്ന ഒരു കൺട്രിയാണ് ബംഗ്ലാദേശ്. അവിടുത്തെ 3.5 to 3.8 ബില്യൺ US$ എക്സ്പോർട്ടാണ് മന്ത്ലി ടെക്സ്റ്റൈലും അപ്പാരൽസിലും അവിടെ നിന്ന് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ അൺറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രിയെ കാര്യമായിട്ട് അത് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത രാജ്യമായ നമ്മുടെ കൺട്രിക്കും ഈ അപ്പാരൽ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിൽ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്, എസ്പെഷ്യലി നമ്മുടെ തിരുപ്പൂർ പോലുള്ള ഹബ്ബുകളിൽ. അപ്പോൾ നമ്മൾക്ക് അത് പോസിറ്റീവായിട്ട് ഭരിക്കാനുള്ള സാധ്യതയുണ്ട്, പ്രൊവൈഡഡ് നമുക്ക് സ്കെയിലപ്പ് ചെയ്യാനും നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ നമുക്ക് വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഈ ടോപ്പിക്ക് ഇന്നത്തെ വീഡിയോയിൽ എടുക്കാനുള്ള കാരണം ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ നമുക്ക് എത്രത്തോളം ഷെയർ ബംഗ്ലാദേശിൽ നിന്ന് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമല്ല, നമ്മളെപ്പോഴും ബിസിനസ് ചെയ്യാനായിട്ടുള്ള സ്കിൽ സെറ്റും കോമ്പിറ്റൻസീസും കാലം മാറുന്നതിനനുസരിച്ച് മാറി മാറി വരാറുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണ് ഗ്ലോബൽ കോമ്പിറ്റൻസി. അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ എന്താണ് നടക്കുന്നത്, അവിടുത്തെ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള മേഖലകളുള്ള ചേഞ്ചസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് അവിടുത്തെ പ്രൊഡക്ഷനെയും എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനെയും ബാധിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ബിസിനസ്സിനെയും എക്സ്പോർട്ട് ഇമ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പല ബിസിനസ്സിനെയും നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ബാധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു അപ്ഡേഷൻ കിട്ടുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. സോ ടു സ്റ്റേ എബ്രസ്റ്റ് വിത്ത് ദ ചേഞ്ചസ് ഹാപ്പനിങ് അറൗണ്ട് ദ വേൾഡ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പിറ്റൻസീസ് ടു റൺ യുവർ ബിസിനസ് ഇഫക്റ്റീവ്ലി. താങ്ക് യു വെരി മച്ച്.